നമ്മുടെ എല്ലാവരുടെയും സ്വന്തം മോഹ മല്ലികയാണ് ഇന്ന് കൈരളിയിലെ ഓണം സ്പെഷ്യലാക്കാൻ നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത്. സ്വാഗതം മല്ലിക ആൻറ്റി. സ്വാഗതം, സുസ്വാഗതം, സന്തോഷം. അല്ല, മോഹ മല്ലിക എന്ന് പറയുമ്പോൾ ഞാൻ അറിയാൻ ചിരിച്ചു പോയത്. മോഹമൊക്കെ കഴിഞ്ഞ് വയസ്സായി, ഇനിയിപ്പോ എന്ത് മോഹം, ഒന്നുമില്ല, ഇങ്ങനെയൊക്കെ പോയാ. പക്ഷെ അച്ഛൻ എത്ര ഭംഗിയുള്ള ഒരു പേരാണ് ആന്റിക്ക് സമ്മാനിച്ചത്, മോഹ മല്ലിക. ഞാൻ അത് മാത്രമല്ല, എന്റെ ചേച്ചിമാരുടെ പേരുള്ളൂ അതെ. പ്രേമചന്ദ്രിക, രാഗലതിക, മോഹമല്ലിക. പ്രേമവും രാഗവും മോഹവും ഞങ്ങൾ എടുത്ത് കളഞ്ഞു പിള്ളേരൊക്കെ ആയപ്പം. കളഞ്ഞില്ല, മാറ്റി വെച്ചിട്ട് ഭർത്താക്കന്മാരുടെ പേരൂടെ ചേർത്ത് ഇങ്ങനെ ചന്ദ്രിക മേനോൻ, ലതിക കർത്ത, മല്ലിക സുകുമാരൻ എന്നാക്കിയത്. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന ഈ പേര് ഭയങ്കര ഒരു പ്രത്യേകതയായിരുന്നു. എല്ലാവരും മോഹമല്ലിക എന്ന് മുഴുവൻ പേരും വിളിക്കുമായിരുന്നു. അങ്ങനെ സ്കൂളിലും കോളേജിലും ഒക്കെ ആ ഒരു ഓർമ്മ ഉള്ളത് ഈ പേര് പറയുമ്പം. പ്രത്യേകിച്ച് ഞങ്ങളുടെ വിമൻസ് കോളേജിന്റെ ചെയർപേഴ്സൺ ഒക്കെ ആയ ആളാണ്, ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു അന്ന്. ശരിക്കും ആന്റി പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ, പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ. അത് വലിയ അത്ഭുതമാണ്. കാരണം BA ഫൈനൽ ഇയറുകാരെ തോൽപ്പിച്ച് ഈ പറഞ്ഞതുപോലെ പിന്നെ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ, അത് അങ്ങനെ സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. കാരണം അയ്യോ കഷ്ടം, ഈ കൊല്ലം കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എവിടെയാണോ എന്തോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സഹതാപ തരംഗം കൂടെ ഉണ്ടല്ലോ വോട്ട് കൊടുക്കാൻ. നമ്മളല്ലേ ആള് ഈ കിടന്ന് വാചോടിച്ച് ഞങ്ങളൊരു വലിയ ഗ്യാങ് ഈ പറഞ്ഞതുപോലെ അങ്ങനെ അങ്ങ് പോയി. എന്തോ അവസാനം കൗണ്ട് ചെയ്തപ്പം വിശ്വസിക്കാനൊക്കാത്ത മാർജിനിൽ ഞാൻ ജയിച്ചു. പ്രിൻസിപ്പൽ വിളിച്ച് ചോദിച്ചു, എന്താണ് നിന്റെ രഹസ്യം? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല സാർ, നാക്കുകൊണ്ട് വാചോടിച്ചാന്ന് പറഞ്ഞു.